ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞത് ജനറൽ സർവീസ് ഉണ്ട്, അതേപോലെ തന്നെ സൈലൻസറിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അതായത് സൈലൻസർ സൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളത് ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ പ്രത്യേകിച്ചൊരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സൗണ്ടൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ പോയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ചെറിയൊരു മുഴക്ക് സൗണ്ട് ഉണ്ട്. അതല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സൗണ്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ വർക്കിന് കയറ്റിയത് 73,500 കിലോമീറ്റർ, 73,507 കിലോമീറ്ററിലാണ് ഇപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയത്. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്, പുതിയ ലൈൻഡറാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് വിസിറ്റ് ചെയ്താൽ മതി. അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഗിയർ ഓയിൽ എന്തെങ്കിലും മാറ്റണം, ലെവലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിയർ ഓയിൽ അയച്ചിട്ടുണ്ട്. ഗിയർ ഓയിൽ എന്തെങ്കിലും നമുക്ക് മാറ്റേണ്ട അത്യാവശ്യമാണ്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ കാര്യമായിട്ടുള്ള പൊടിയില്ല, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. നിലവിൽ യൂസ് ചെയ്താണ് കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ക്ലച്ചിനകത്ത് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. കാരണം അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ കംപ്ലയിൻ്റാണ്. ഇവിടെ നോക്കുമ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ഷെയ്ക്ക് ഉണ്ട്, അതിൻ്റെ ഒരു മുഴക്ക സൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതായിരിക്കാം നിങ്ങൾക്ക് ഈ സൈലൻസിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് പോലെ ഫീൽ ചെയ്ത് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം. കാരണം ഈ വീല് സെക്ഷൻ ഫുത്തും കംപ്ലയിൻ്റാണ്. ഇത് ശരിക്കും ഇതൊരു പ്ലേറ്റിംഗ് വേണം. പ്ലേറ്റിംഗ് കോട്ടിങ് പോയിട്ട് ഇവിടെ നല്ല രീതിയിൽ വീലുകൾ തേമാനം വന്നിട്ടുണ്ട്, നല്ല ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഈ റോളർ കാര്യങ്ങളൊക്കെ സൈഡ് തിരിഞ്ഞ് തേഞ്ഞിട്ടുണ്ടല്ലോ, ചിലത് പൊട്ടാറായ ഒരു അവസ്ഥയിലേക്കാണ്. ഇതൊക്കെ നല്ല രീതിയിൽ സൈഡ് തിരിഞ്ഞ് തേഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന കണ്ടീഷനിൽ കിടക്കണം. അപ്പോൾ ആ ഐറ്റംസ് നമുക്ക് മാറ്റിയിടണം. അതേപോലെ തന്നെ അതിൻ്റെ ഈ വി ബുഷൊക്കെ ശരിക്കും അടിപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അതുപോലെ കൈയോടെ തന്നെ അത് മാറ്റി കളയാം. കാരണം ഇത് ഏകദേശം ഒരു 100 രൂപ താഴെയാണ് നമുക്ക് ഇതിനകത്ത് വരുള്ളൂ. പിന്നെ ഈ ബോസ് ഡ്രൈവ് ഏകദേശം ഒരു 100 രൂപ, 190 ആ റേഞ്ച് എന്താ പറഞ്ഞത്. ഈ വേരിയേറ്റർ ബോഡി കാര്യങ്ങളും റോളർ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെയാണ് മെയിനായിട്ട് നമുക്കൊരു വലിയ കുറവ് കാണിക്കുന്നതും സൗണ്ട് വ്യത്യാസവും നമുക്ക് ക്ലച്ചിനകത്തുനിന്ന് സൗണ്ട് കാണിക്കുന്നുണ്ട്. സൈലൻസറിൻ്റെ അങ്ങനെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി. ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, പുതിയ ബെൽറ്റ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്ക് ക്ലച്ചിനകത്ത് ആ വീലുകൾ മാറ്റി റീസെറ്റ് ചെയ്താൽ ഓക്കെ ആയിക്കോളും. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ, 2 കേബിളുകൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഇതിവിടെ ഒരു സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ്, എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റാണ് ഇവിടെ തന്നെ. അത് ഓൾറെഡി മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എയർ വലിച്ചേരുന്നതിൻ്റെ ഒരു മുഴക്ക സൗണ്ട് നിലവിൽ കാണിക്കും. ആ ഒരു സൗണ്ട് നിലവിലുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകൾ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്, നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്. അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ മാത്രം മാറ്റി നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കാം. ഈ ഗ്രീൻ ബുഷ് എന്തെങ്കിലും മാറ്റേണ്ടി വരും കേട്ടോ. പിന്നെ ഹോണിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്, ഹോൺ ട്യൂൺ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോണിൻ്റെ സ്വിച്ചും ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടി ചെറുതായിട്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട്. നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്ററിൻ്റെ ഇവിടുത്തെ ലെഗൊക്കെ പൊട്ടിപ്പോയേക്കാം, ഈ സൈഡ് കേട്ടോ. ഇത് എവിടെയും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ആ സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളിവിടെ ടൈ ഉപയോഗിച്ചിട്ട് ബലപ്പെടുത്തി നിർത്താം, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റാം. അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്ന് തൽക്കാലം ബലപ്പെടുത്തി നിർത്തിയേക്കാം. ഫൈബർ ആയതുകൊണ്ട് അങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ബാക്കിയതേ കൂടി പൊട്ടിപ്പോകും. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബാറ്ററി 2024 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടി പിരിക്കുന്നത്. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 9.3 ആ റേഞ്ച് വരെ തന്നെയുണ്ട്. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. ഓയിൽ നല്ല ഓയിലാണ് കേട്ടോ, ലെവല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓയിൽ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ നമുക്ക് ജനറലായിട്ടുള്ള സർവീസ് ആണ് മെയിനായിട്ട് തന്നെ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ ബുഷുകൾ മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ആ ക്ലച്ചിലുള്ള കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കട്ടോ, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.